വെളുത്തിട്ട് ഇത്ര സമയമായി. ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കഴിച്ചിട്ട് എത്ര നേരമായി. ഇനിയിപ്പോ ഉച്ചയാകുമ്പോ തണുത്ത കട്ടൻ കാപ്പി ആയിട്ട് വരും. എന്നിട്ട് ചിരിച്ചങ്ങ് നിൽക്കും. ആ ചിരി കാണുമ്പോഴേ ഞാൻ നൈസായി പോകുന്നു. എടി ഏലിക്കുട്ടി, എടി ഏലിക്കുട്ടിയേ. ഇതെന്താ ചെവി പഞ്ഞു വെച്ച്? അതാ ചായ കാലിത്തിരി ചൂടുവെള്ളം വീണു. എടി ഏലിക്കുട്ടി, കാലി ചൂടുവെള്ളം വീണതിന് എന്തിനാടി ചെവി പഞ്ഞു വെക്കുന്നത്? അതിന് എന്റെ കാലിലല്ല ചൂടുവെള്ളം വീണത്, നിങ്ങളുടെ അമ്മച്ചിയുടെ കാലില. എന്നാ നീ പഞ്ഞി മാത്രം ആക്കണ്ട, ആ ബെഡ്ഷീറ്റ് വരെ എടുത്ത് തിരിക്കും. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എടി ഏലിക്കുട്ടി, നിനക്ക് നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് അറിയാവോ? അറിയാം, നമ്മുടെ മിന്നികെട്ട് കഴിഞ്ഞ ദിവസമല്ലേ. ഓ, മൂടുള്ള കാര്യം പറയുമ്പോ മൂഡ് ഔട്ട് ആവുന്ന കാര്യം പറയല്ലേടി. എടി നാളെ ക്രിസ്മസാ, അത് ആഘോഷിക്കാൻ നമ്മുടെ പിള്ളേരിന്നെത്തൂടി. എന്താ ചായ, പിള്ളേര് വരുന്ന ദിവസമല്ലേ, ആ മുടിയൊന്ന് ഡൈ ചെയ്തൂടെ? ഒന്ന് പോടി അവിടുന്ന്. പിള്ളേര് വരുമ്പോ അമ്മച്ചിയുടെ കൂടെ നിൽക്കുന്ന ദുൽഖർ സൽമാൻ ഏതാന്ന് ചോദിക്കും. എന്താടി എനിക്കൊരു കുഴപ്പം? കല്യാണത്തിന് മുമ്പ് ആപ്പിള് പോലെ ഇരുന്നയാ, കല്യാണം കഴിഞ്ഞപ്പോഴാ ഞാൻ നിപ്പിള് പോലെ ആയത്. അപ്പച്ചാ, അമ്മച്ചി. Johnny money Johnny, you are my cunning bunny. Johnny money Johnny. മോനെ ജോണിക്കുട്ടി. അയ്യോ, എന്തൊരു ചുമയായത്, എനിക്ക് കേൾക്കാൻ വയ്യ. ഇത്ര ഉറക്കെ ചുമച്ചിട്ടോ? അപ്പച്ചനെ ഇതിൽ നന്നായിട്ട് ചുമച്ചോണ്ടിരുന്നതാ, ഇപ്പൊ അതെല്ലാം പോയില്ലേ. നിക്കറിട്ടോണ്ടിരുന്നപ്പോ കണ്ടതാ. എലിക്കുട്ടി, നിങ്ങളല്ല, എന്റെ ജോണിക്കുട്ടിയെ കുറിച്ചാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ വളർന്ന് വലുതായി, കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഒരു പെണ്ണും കെട്ടി. സുഖമാണോ മോളെ നിനക്ക്? അതെ, സുഖമാണോ അമ്മച്ചി? ബൈ ദ ബൈ, പേര് മറന്നു. പേര് മറന്നോ? അല്ല അമ്മച്ചി, ഞങ്ങൾ ഈ അമേരിക്കയിലായതുകൊണ്ട് എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ മറന്നുപോയി. ഡിയർ അമ്മച്ചി എന്ന് വിളിച്ചാ മതി. എന്തൊരു ഭംഗിയുള്ള ഡ്രസ്സായത്. ഇതിന് എത്ര രൂപ കൊടുത്തു മോളെ? അത് ഇവിടുത്തെ ഒരു 10-15 രൂപ വരും. ആ കാശുണ്ടെങ്കിൽ എത്ര ഫുള്ള് മേടിക്കായിരുന്നു. ഫുള്ള് വാങ്ങാം, ആ ഫുള്ള് ഇതുപോലെ ദേഹത്തിട്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഓ, എന്താ മണം? എന്താ മോനെ ഇത്രയും നല്ല മണം? അതൊരു സെന്റാ. ഒരു സെന്റിന് ഇത്രയും നല്ല മണമാണെങ്കിൽ ഒരു ഏക്കറിന് എന്തായിരിക്കും മണം? അമ്മച്ചി, ലണ്ടനിൽ നിന്ന് നമ്മുടെ സണ്ണിക്കുട്ടിനെ എത്തി. ജോണിക്കുട്ടി, നമ്മളുടെ മക്കളുടെ ഒരു സ്നേഹം കണ്ടില്ലേ? കൊറേ നാള് കൂടി കാണുന്നല്ലേടി, അങ്ങ് സ്നേഹിക്കട്ടെ. സ്നേഹിക്കുമല്ലായിരുന്നോ? മക്കളെ വീട്. എടാ, നിന്റെയൊക്കെ ഈ വഴക്ക് കാരണമാണ് ഒരുത്തനെ അമേരിക്കയിലോട്ടും ഒരുത്തനെ ലണ്ടനിലോട്ടും വിട്ടത്. പെണ്ണ് കെട്ടതിന് മുമ്പ് ഒരു വഴക്കുമില്ലായിരുന്നു. മനുഷ്യ അപ്പച്ചി പറഞ്ഞത് കേട്ടോ, ഞാൻ വന്നേ പിന്നെ വഴക്കുണ്ടാക്കുന്നതെന്ന്. എടി നീ മാത്രമല്ല, ജോണിയുടെ ഭാര്യ വഴക്കുണ്ടാക്കുന്നുണ്ട്. ജോണി പറഞ്ഞത് കേട്ടോ. എടാ, നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി, എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ. എടാ, നീ അവളെ കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വന്നതേ അമ്മനെ അപ്പനെ സോപ്പിട്ട് സ്വത്തല്ല ഇത് മേടിക്കാൻ വേണ്ടിയല്ലേ? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കടയിൽ കയറി മുദ്രപത്രം വാങ്ങുന്നവരെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അല്ല ചായ, പിന്നെ എന്തിനാടാ രാവിലെ ഒന്ന് ഇങ്ങോട്ട് കയറി പോകുന്നത്? എന്നാ പിന്നെ നിനക്ക് വരാൻ മേലായിരുന്നു നേരത്തെ. എടാ, ഞാനാടാ ഈ വീടിന് മൂത്തത്. മൂത്തതല്ല, നീ പൂത്തതാ. എടാ, എന്നെ കാട്ടി മൂത്തതല്ലേടാ നിന്റെ ഭാര്യ. എന്നെ വല്ലതും പറഞ്ഞോണ്ടല്ലോ, പറഞ്ഞാ നീ എന്റെ അടുക്കോടി. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. എടി അയൽക്കുട്ടി, എല്ലാരും കേറിപ്പോ. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആവശ്യത്തിന് സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞൊരു സിഗ്നൽ തന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഒന്ന് പോ മനുഷ്യ അവിടുന്ന്. എന്റെ സണ്ണിക്കുട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി. അത് പെർമിറ്റ് പിടിക്കാൻ, പാസ്പോർട്ടും വിസയും എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആരും പിടിക്കില്ല. എടാ, പോടാ അവിടുന്ന്. നാളെ ക്രിസ്മസ് അല്ലേ, അത് നമുക്ക് ആഘോഷിക്കണ്ടേ? എന്നാ പിന്നെ ഏലിക്കുട്ടിയെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഏർപ്പാട് ചെയ്ത എല്ലാവരും ഞാനിന്ന് വിളിക്കട്ടെ. കേറി വാ എല്ലാരും. ബേത്ലഹേമിലെ തുമഞ്ഞ രാത്രിയിൽ ആനന്ദഗീതങ്ങൾ കേൾക്കുന്ന വാനിൽ ധനുമാസ കുളിരിൻ പൊൻപ്രഭയിൽ കാലിക്കൂട്ടിൽ